നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഹായ് ഐ എം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ആർത്തി കാണിക്കല്ലേ 1 മിനിറ്റ് ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണതാണ്. യെസ്, ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള സെറ്റ് സാരീ/ സെറ്റ് മുണ്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ. ബൈ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള 2 അടിപൊളി ഹോൾ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ വേഗം പോയി കാണാം. ഇവിടെ ഐക്കാർഡിൽ ഞാൻ കൊടുത്തേക്കാം. ബൈ നമുക്ക് പ്ലേലിസ്റ്റും ഉണ്ട്. ഓണം ആൻഡ് വിഷു റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സിൻ്റെ നമ്മൾ ഇതിന് മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തോരാതെ വീഡിയോസും കളക്ഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഒന്ന് നോട്ടം ഇട്ടോ. ഇന്ന് നമ്മൾ മീഷോ എന്നാണ് തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നേക്കണത്. ആൻഡ് അഫോർഡബിൾ അടിപൊളി ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നേരെ വെക്കാണ്ട് വേഗം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സെറ്റ് മുണ്ട്. കാരണം സാരീസിന്റെ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് പറയാറുണ്ടായിരുന്നു സെറ്റ് മുണ്ട് കൂടെ ഷെയർ ചെയ്യാനായിട്ട്. കാരണം എനിക്ക് കൊടുക്കാൻ അറിഞ്ഞൂടായിരുന്നു. പക്ഷേ ഇത്തവണ ഞാൻ ധൈര്യം കാട്ടിക്കൊണ്ട് വീഡിയോ കണ്ട് പഠിച്ചെടുത്ത് എങ്ങനെ കണ്ടൊക്കെ തപ്പിപ്പിടിച്ച് ഞാൻ എന്താ പറയുക ഉടുത്തിട്ടാണ് നിങ്ങളിവിടെ കാണിക്കാത്ത ഐറ്റം ആദ്യം കാണിച്ചു തരാം. ടട്ടടാ. സോ ഈ ഒരു ടിഷ്യൂ ആയിട്ടുള്ളതാണ് സാരി. ആൻഡ് ഇതിൻ്റെ ബോർഡർ ആണ് ഇതുപോലെ ഗോൾഡ്, റെഡ് ഇപ്പുറത്ത്, ബ്ലാക്ക് അപ്പുറത്ത് അങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഗൈസ് ഈ കമ്മലിൻ്റെ ഡിസൈൻ. ഒരു മിനിറ്റ്, എൻ്റെ മുടി സോറി. ഓക്കെ, ഇപ്പം ഈ ഒരു കമ്മലിൻ്റെ ഡിസൈൻ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ മുകളിലത്തെ പാർട്ട് കാണിച്ചു തരാം. പ്ലേസ്മെൻറ്റ് ഗൈസ് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഈ ഒരു കമ്മലിൻ്റെ 1, 2. ഓക്കെ, അപ്പം ആക്ച്വലി നിങ്ങളെ ഞാൻ ആദ്യം കാണിച്ചത് മുകളിലത്തെ ആയിരുന്നിട്ടാ. ഇതാണ് താഴത്തെ പാർട്ട്. ഞാൻ എപ്പോഴും കൺഫ്യൂസ് ആവും. സാധാരണ നോർമൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാറ്റേൺ ഒന്നും ഇല്ലാത്ത രീതിയിൽ സെറ്റ് മുണ്ടാണെങ്കിൽ ഞാൻ കണ്ടിപ്പോൾ കൺഫ്യൂസ് ആവും. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് ഗൈസ്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും മുകളിലത്തെ ഏതാ താഴത്തെ ഏതാ? ഇങ്ങനെ താഴത്തുള്ളത് ഇതാണ് ആക്ച്വലി താഴത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ഉടുക്കുമ്പോൾ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ കിടക്കണത്, പ്ലീറ്റ്സിൻ്റെ ആ ഭാഗം ഉണ്ടാവില്ല അവിടെ കിടക്കണത്. ആൻഡ് ഇതാണ് നമ്മുടെ മുകളിലത്തെ ഭാഗമായിട്ട്. അപ്പോഴാണ് നമ്മൾ ഉടുക്കുമ്പോൾ ഇങ്ങനെ ആയിട്ട് വരുന്നത്, ഈ ഭാഗമായിട്ട് വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ബോർഡർ. ഇത് ഇങ്ങനത്തെ ഒരു ബോർഡർ നമുക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് 2 ബോർഡർ ഉണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം കൈമ വന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ സാരിയിൽ വേറെ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് എന്നുള്ള ഈ ലൈൻ വേണ്ടാന്നാണെങ്കിൽ റെഡ് മാത്രമായിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ കൂടെ കിട്ടണത് ഐ ഗസ് റെഡ് ബ്ലൗസ് പീസ് ആയിരുന്നു. ആൻഡ് അതും കാണാൻ നല്ല ക്യൂട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം. റേറ്റ് ആണ് 1042. നെക്സ്റ്റ് ഉള്ള ഒരു തലതിരിഞ്ഞ സംഭവം ഗൈസ്. ഞാൻ സെറ്റ് മുണ്ടാണെന്ന് വിചാരിച്ചാൽ മേടിച്ചിരുന്നത്. പക്ഷെ അത് നമ്മളിങ്ങനെ ഓർഡറിൽ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ എപ്പോൾ ഡിലിവർ ആവും. അപ്പം എൻ്റെ മൈൻഡിൽ മുഴുവൻ അത് സാരിയാണെന്നാണ്. കാരണം അതിൻ്റെ രൂപം തന്നെ നിങ്ങൾ നോക്കാട്ടെ, ഫോട്ടോയിൽ സാരി പോലെ തന്നെയാണ് ഇരിക്കണത്. അപ്പം ഞാൻ വിട്ടേ പോയത് മുണ്ടാണെന്നുള്ളത്. പക്ഷെ വന്ന് ഓൾറെഡി ഞാൻ മുണ്ടിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അവസാനം ഇത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാരിയല്ല മുണ്ടാണെന്നുള്ളത്. എനിക്ക് കുറച്ച് സമയം കൂടുതലെടുക്കും ഈ സെറ്റ് മുണ്ടൊന്നും ഉടുത്ത് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. റോസ് ഗോൾഡ് കളറിൻ്റെ ഓർമ്മയുണ്ടോ നമ്മൾ വിഷുവിനകത്തല്ലേ? യെസ്, വിഷുവിനകത്ത് നമ്മൾ സെറ്റ് മുണ്ട് റോസ് ഗോൾഡിൻ്റെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? യെസ്, അപ്പോൾ റോസ് ഗോൾഡ് എനിക്ക് കുറച്ചും കൂടെ ഡിഫറെൻറ്റ് ആൻഡ് യൂണീക്ക് ആയിട്ട് തോന്നി. ഇതുപോലെ തന്നെയായിരുന്നു സിൽവർ ഇറങ്ങിയ സമയത്തും. സിൽവറും എന്താ പറയുക ഭയങ്കര യൂണീക്ക് ആൻഡ് ട്രെൻഡി ആയിരുന്നു. ഇപ്പോൾ ഈ റോസ് ഗോൾഡാണ് ഭയങ്കര ട്രെൻഡിൽ. ഈ ബോർഡറും നല്ല രസമുണ്ട് റോസ് ഗോൾഡ് ആയിട്ടുള്ളത്. മുമ്പത്തേനകത്ത് ഞാൻ പറഞ്ഞില്ല പാറ്റേൺ അനുസരിച്ച് ഞാൻ കണ്ടുപിടിച്ചത്. ഞാൻ ഇതിനകത്ത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് എന്താണെന്നറിയാമോ? മുകളിലത്തെ പീസിനകത്ത് എവിടെ പോയി ഇതുപോലത്തെ ടെസിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഏറ്റവും അറ്റത്ത് വെച്ചാൽ മുന്താണിയുടെ അവിടെ ടെസിൽ വർക്കാണ് കേട്ടോ വന്നത്. സോ ഗുഡ്. അപ്പം അങ്ങനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി എന്നോട് കളി. ഓക്കെ ഗൈസ്, അപ്പോൾ അത് കാരണം എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായില്ല. ആൻഡ് ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലൗസ് പീസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം നിങ്ങൾ ബ്ലൗസ് പീസ് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കേണ്ടി വരും. ആൻഡ് ഇതുപോലത്തെ മറൂൺ ഷെയ്ഡ്, ഡാർക്ക് റെഡ് ഷെയ്ഡൊക്കെ മിക്ക എല്ലാ വീട്ടിലും ഉണ്ടാവും, എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. നമ്മുടെ അമ്മമാരുടെ അടുത്ത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, വേറെ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് പുതുമയായിട്ടിരിക്കണം കേട്ടോ. നരച്ച ബ്ലൗസ്, നല്ല സാരി, കുറച്ച് വിയർഡ് ലുക്കായിരിക്കും. അപ്പോൾ നല്ലൊരു ബ്ലൗസ് ആണെങ്കിൽ എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഗൈസ് വിതൗട്ട് ബ്ലൗസ് എന്നുള്ളത്. ബ്ലൗസ് അവൈലബിൾ അല്ല. ഞാൻ വായിച്ചില്ല, അത് വേറെ കാര്യം. എനിക്ക് അത് വേണമെന്ന് തോന്നിയില്ല. ഓക്കെ, അപ്പോൾ ഇതാരും മേടിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു സെല്ലറിൻ്റെ കടയിൽ നിന്ന് ആൾക്കാർ മേടിച്ചിട്ട് റേറ്റിങ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇപ്പോഴാണ് പുതിയതായിട്ട് മീഷോയിൽ ഞാൻ കണ്ടു തുടങ്ങിയേക്കണം. നമ്മളുടെ ഓൺലൈൻ റേറ്റിംഗ് അല്ലാണ്ട് തന്നെ ഓഫ്ലൈൻ റേറ്റിംഗും ചിലവരൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ റേറ്റിംഗ്സിന് അനുസരിച്ച് 110 പേര് മേടിച്ചിട്ടുണ്ട്. 4.1 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ റേറ്റ് ആണ് 871. അപ്പോൾ സിൽവർ ട്രെൻഡിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സിൽവർ സാരി തന്നെ നെക്സ്റ്റ് നോക്കാം. അതിനകത്താണ് ടറ്റടാ ഈ ഒരു സാരി. ഈ ഒരു പീകോക്ക് പ്രിന്റ് ആയിട്ടുള്ള കോമൺ ആണ് അതിനോ. പക്ഷെ എന്നാൽ പോലും എനിക്ക് മീഷോന്ന് ഇതുപോലത്തെ ഐറ്റംസ് കണ്ടെടുക്കാൻ പറ്റുമ്പോൾ പ്രത്യേക തരം ഒരു സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിൽവർ ആയിട്ടുള്ള ഈ ഒരു സാരി പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളാണ്. സാരി
സിമ്പിളാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പീക്കോക്കിൻ്റെ ആ പ്രിൻ്റ് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഇങ്ങനെ പീലികളുടെ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രിൻ്റ് അല്ല ആക്ച്വലി എന്തി പറയണേ, ഞാൻ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് മുന്താണിയുടെ ഇവിടെ ഈ ഒരു ടെസൽ വർക്ക് ഉണ്ട്. ഗ്രേ ബ്ലാക്ക് സിൽവർ ആണ് ആക്ച്വലി, അല്ല ഗ്രേ ആണിത്. പക്ഷേ സിൽവറോട് നന്നായിട്ട് യോജിച്ച് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് നല്ല രസമുണ്ട് ഗൈസ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സാരിയാണ്, വളരെ സിമ്പിളാണ്, അറ്റ് ദ സെയിം ടൈം കാണാൻ നല്ല ഭംഗിയാണ്, ക്വാളിറ്റി നല്ലതാണ്. പിന്നെ ഇത് സിൽവർ ടിഷ്യൂ അല്ല കേട്ടോ, ഇത് സിമ്പിൾ നമ്മുടെ പക്ക ഒരു കോട്ടൺ ആയിട്ടുള്ള രീതി ഉണ്ടാവൂലേ മണം, ആ ഒരു കോട്ടൻ്റെ ആ ഒരു സാരിയിൽ അതാണ് അതും ആ സിൽവർ വർക്ക് അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ പൊളിയായിരിക്കും. ബ്ലാക്ക് സിൽവർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, ഗ്രേൻ്റെ കൂടെയും നല്ലതായിരിക്കും കാണാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാരിയിൽ നമുക്ക് വേറെ കുറേ ഐറ്റംസ് ഉണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ പല പല രീതിയുണ്ട്. ഞാനിത് സെലക്ട് ചെയ്തെന്ന് പറയാം, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. പല പല കളറും ഉണ്ട് അതിൻ്റെ ഒപ്പം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തപ്പിയെടുക്കാൻ പല പല ഡിസൈൻസും ഉണ്ട്, മതി. ഓക്കെ, ഇത് 280 പേര് എന്ന് വെച്ചാൽ 300 ക്ലോസ് ആയിട്ട് ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. ആൻഡ് 4.2 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ആൻഡ് ഈ ഒരു സാരിയുടെ റേറ്റ് ആണ് 665. ബ്ലൗസ് പീസ് ഓക്കെ എനിക്ക് തെറ്റി തോന്നുന്നു കേട്ടോ, കാരണം ഇതിനകത്ത് വിതൗട്ട് ബ്ലൗസ് അല്ലെങ്കിൽ നോ ബ്ലൗസ് എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് എഴുതിയേക്കാൻ റണ്ണിങ് ബ്ലൗസാണ്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒപ്പം ബ്ലൗസ് ഉണ്ടെന്നാണോ? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ഗൈസ്. റണ്ണിങ് ബ്ലൗസിൻ്റെ അർത്ഥം എന്തെന്നാന്നുള്ളത്. കാരണം ഇതിൻ്റെ കൂടെ വേറെ പീസ് എന്തായാലും കിട്ടിയിട്ടില്ല കേട്ടോ, ബ്ലൗസ് പീസായിട്ട് കിട്ടിയിട്ടില്ല. മേ ബി ഇതിൻ്റെ കൂടെ ഉണ്ടാവും, അതിൻ്റെ അർത്ഥമായിരിക്കാം റണ്ണിങ് ബ്ലൗസ് എന്ന്. ഓക്കെ, അപ്പോൾ സിൽവർ കാണിച്ച സ്ഥിതിക്ക് ഒറ്റയടിക്ക് ഒരു ഗോൾഡിലോട്ട് പോവാം. അതാണ് ഈ ഒരു സാരി. ഓ മൈ ഗോഡ്, ദിസ് ഇസ് സോ ഗുഡ്. ഇത് സെറ്റ് സാരി അല്ല ആക്ച്വലി, ഇത് ഓർഗാൻസ ആയിട്ടുള്ള ഗോൾഡ് ആൻഡ് സിൽവർ മിക്സ് ആയിട്ടുള്ള ഈ ഒരു സാരിയാണ് കേട്ടോ ഗൈസ്. പക്ഷെ വെരി അപ്രോപ്രിയേറ്റ് ഫോർ നമ്മുടെ ഈ ഒരു ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ വിഷുവിനൊക്കെ പറ്റിയതായിട്ടുള്ള രീതിയിൽ. ആൻഡ് ഇത് നമുക്ക് കല്യാണങ്ങളിൽ കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ ഓൾ ഇൻ വൺ ആണ്. കാരണം ചിലവർക്ക് ഉണ്ടാവില്ല ഈ സെറ്റ് സാരി സെറ്റ് മുണ്ട് കല്യാണങ്ങളിൽ കൊടുക്കാൻ ചിലപ്പോൾ അത്രയും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കേസിൽ ഇത് നമ്മൾ ഓണത്തിനാണെങ്കിൽ പോലും നമുക്ക് കല്യാണങ്ങളിൽ പോകുമ്പോൾ കൊടുക്കാം. ആൻഡ് ഈ ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഒറ്റ ഇതാണ്, വേറെ കളറൊന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ നമുക്കിത് ഉടുത്താൽ തന്നെ അങ്ങനെ ഭയങ്കര റിപ്പീറ്റ് എന്നുള്ള ഫീലും വരില്ല. മനസ്സിലാവണ്ട ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇതൊരു അങ്ങനത്തെ ഒരു വേഴ്സറ്റൈൽ സാരിയാണ്. റണ്ണിങ് ബ്ലൗസ് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഗൈസ്. റണ്ണിങ് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണു ഇത് സോറി ഇതിൻ്റെ കൂടെയാണെന്ന് തോന്നുന്നുണ്ട്. സാരിയുടെ ഒപ്പം തന്നെ ബ്ലൗസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അഗെയിൻ ഞാൻ നിങ്ങളോട് ആ ഒരു പഫ് സ്ലീവ് ആയിട്ടുള്ള ബ്ലൗസാണ് നിങ്ങളെ ഞാൻ കാണിക്കണത്. കാരണം അത് നന്നായിട്ട് ഇതിൻ്റെ ഒപ്പം പോകുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ ബ്ലൗസ് ആണെന്നായിട്ടായിരുന്നു ശരിക്കും തോന്നുന്നുണ്ടായിരുന്നത്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാൻ ആദ്യം ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ മമ്മി പറഞ്ഞു ഗോൾഡൻ ബ്ലൗസിൻ്റെ കൂടെ കാണാനായിരിക്കും നല്ല ഭംഗി, നീ ഒന്ന് ഉടുത്ത് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഫ്ലാറ്റായി. ശരിക്കും പൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ കൂടെ ബ്ലൗസ് ഉണ്ടെന്നായിട്ട് ഗൈസ്. കാരണം ഇതിനകത്ത് തന്നെ കണ്ട ആ ഒരു ബ്ലൗസ് കാണിക്കണുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതിനകത്ത് ബ്ലൗസ് ഉണ്ട്. ടിഷ്യൂ ആണെന്നാണ് പറയണത്, പക്ഷെ എനിക്കിത് കംപ്ലീറ്റ് ടിഷ്യൂ ഫീലിംഗ് അല്ല. അവനെ ടിഷ്യൂ കുറച്ചും കൂടെ ആ ഒരു സോഫ്റ്റാണ്. പക്ഷെ ഇത് അങ്ങനെ സോഫ്റ്റ് അല്ല, ഇങ്ങനെ ഒരു ശബ്ദം വരും, മനസ്സിലാവണുണ്ട്. അങ്ങനത്തെ ഒരു ഓർഗാൻസ സാരി. പക്ഷെ ഓർഗാൻസയും എനിക്ക് തോന്നുന്നു കുറച്ച് സ്മൂത്ത്, ഇത് കുറച്ചൊരു വല പോലത്തെ ഫീലുണ്ട്. കുഴപ്പമില്ല, എന്നാൽ ഒതുങ്ങിയൊക്കെ കിടക്കും, അത്ര ത്രോ പോലെ ഇങ്ങനെ പാറ പോലെ കിടക്കൂല. ഈ ഒരു സാരിയുടെ റേറ്റ് ആണ് 544 ഗൈസ്. ദിസ് ഇസ് അഫോർഡബിൾ. സോ നെക്സ്റ്റ് വൺ മേടിക്കുമ്പോൾ എൻ്റെ ചോയ്സ് ആയിരുന്നു, പക്ഷെ ഉടുത്ത് കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റ് ആയത് മമ്മി. അതാണ് ഈ ഒരു സാരി ഇട്ടാ, ഈ ഒരു എന്താ പറയുക വൈറ്റ് കളറിൻ്റെ സാരി. അതിനകത്ത് ഗോൾഡൻ ആയിട്ടുള്ള വർക്ക് ഉണ്ട്. ആൻഡ് ഈ ഗോൾഡൻ കളറിൻ്റെ പതുക്ക ബോർഡർ ആൻഡ് വളരെ റെഡ് കളറിൻ്റെ ഈ ഒരു ബോർഡർ ഇട്ടാ. യെസ്, ബംഗാളി സാരി പോലെ ഉണ്ട് കാണാനായിട്ട്. ആക്ച്വലി ഇത് ബംഗാളി സാരി ആണെന്ന് എനിക്ക് തോന്നണതും. ബട്ട് ഇത് എന്താ പറയുക, നമുക്ക് കൊടുക്കാൻ കഴിയും നമ്മളുടെ ആ ഒരു ഫെസ്റ്റിവലിന് പറ്റിയതായിട്ടുള്ളതാണ്. കാരണം ആ ഒരു മനസ്സിലായ നമ്മളുടെ ആ ഒരു കസവ് പോലത്തെ ഫീല് മാത്രമേ ഉള്ളൂ. തുണി അതല്ല കേട്ടോ, ഇത് സിൽക്കാണ്. ഇതെന്ത് സിൽക്കാണ്? ആർട്ട് സിൽക്ക് എന്നാണ് പറഞ്ഞേക്കാം. എനിക്ക് അറിഞ്ഞൂടാ എന്തെന്നാ വ്യത്യാസം എന്നുള്ളത്. ഓക്കെ, സെപ്പറേറ്റ് ബ്ലൗസ് പീസ് ഉണ്ടെന്നാണ് പറയണേ, പക്ഷെ എനിക്ക് കിട്ടിയില്ല. മേ ബി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും, എനിക്ക് തോന്നണു അങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ആൻഡ് ഇതിൻ്റെ എന്താ പറയുക മുന്താണിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതെ, ഓ ഗോഡ്, റെഡ് ആൻഡ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വർക്ക് പൊളിയാണ്, കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എന്ത് രസമായിരുന്നു ഗായ്സ്. കാരണം എന്താണെന്ന് അറിയാമോ, ചില സാരികൾ കിടപ്പ് നല്ല വൃത്തിക്കായിരിക്കും, മനസ്സിലായ ആ ഒരു ഒതുക്കം അതെനിക്ക് ഇതിനകത്ത് ഫീലായി. നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവിട്ട് പോണ കളിയല്ലായിരുന്നു. ഇത് വൃത്തിക്ക് കിടക്കണുണ്ടായിരുന്നു. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്ലീറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഉടുക്കുകയാണെങ്കിൽ അങ്ങനെ നല്ലതാണ്. ഇതിപ്പോൾ ഈ ഒരു സാരിയും അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഓണം ആയിട്ടുള്ള രീതിയിൽ തന്നെയല്ല, ബട്ട് നമുക്ക് കല്യാണങ്ങളിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ അപ്പം വേണമെങ്കിൽ ഉടുക്കാനും
നല്ലൊരു സാരിയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ റേറ്റ് ആണ് 651. നെക്സ്റ്റ് സാരി കുറച്ച് പറ്റിക്കപ്പെട്ട് മേടിച്ചതാണ് ഗൈസ്. അതാണ് ഈ ഒരു സാരി. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെവിടെ സെറ്റ് എവിടെ? സെറ്റ് ഉണ്ട് ഗൈസ് അതിനകത്ത് ഇങ്ങനെ ഗോൾഡൻ നമ്മളുടെ സാരി നമ്മുടെ സംഭവമാണ്. പക്ഷെ ഇതിനകത്ത് അത്യാവശ്യം വർക്കുണ്ട്. പറ്റിക്കപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാനിത് മുന്താണിയിൽ മാത്രം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് ഈ ഒരു പ്രിൻറ്റ്. ബട്ട് നോ ഗൈസ്, ഫുൾ സാരിയുമ്പോൾ തന്നെ ഇത് ചാകരയായിട്ട് പരന്ന് കിടക്കുകയാണ്. സോ അങ്ങനത്തെ ഒരു സാരിയാണ്. ഇതിനാണ് പറയാം നമ്മൾ കലംകാരി എന്ന്. ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. സംഭവം നല്ല സാരിയാണ്. ഞാനിത് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള പ്രിൻറ്റഡ് സാരിയാണ് കേട്ടോ. പക്ഷെ എനിക്കിത് കളർ ഇളകുമെന്ന് ഒരു സംശയം ഉണ്ട്. കാരണം അവിടെ ഇവിടെ എനിക്ക് കുറച്ച് ഇങ്ങനെ ഇളക്കം തോന്നി. കളർ ഇളക്കം തോന്നി. അതാണ് ഇതേ കണ്ട ഇവിടെയൊക്കെ കണ്ട ഒരു ഇത് കണ്ട. അതല്ലാണ്ട് തന്നെ അകത്ത് ഉടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്ത് ഇവിടെയൊക്കെ കണ്ട അതിൻ്റെ ഒരു ഞാൻ അറിഞ്ഞൂടെ ഇതിന്ന് ഇത് ഡിസൈൻ ചെയ്യണ സമയത്ത് സ്പോട്ട് വീണതാണോ അതോ കളർ ഇളകിയതാണോ, മടങ്ങുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നാന്ന് അറിഞ്ഞുകൂടാ. കഴുകി റിസ്ക് എടുക്കാൻ എന്തായാലും ആരും പോവില്ലല്ലോ. യെസ് ഗൈസ്, അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സാരിയാണ്. ഞാൻ ഇങ്ങനത്തെ സാരി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ കഴുകാറില്ല. കാരണം നമ്മൾ വെല്ലോ കാലത്ത് ഉടുക്കണത്. അപ്പോൾ അതുകൊണ്ട് കഴുകി നശിപ്പിക്കില്ല. എന്നും ഉടുക്കണ കാര്യമാണെങ്കിൽ വേർപ്പ് നാറ്റം ഉണ്ടാവും എന്ന് വിചാരിക്കാം. ബട്ട് ഇത് ഞങ്ങൾ വെയിലത്തിട്ട് ഉണക്കി അതിൻ്റെ സ്മെൽ ആൻറ്റി സ്മെല്ലാക്കി മാറ്റും. അത്യാവശ്യം കുറേ പേര് ഇത് ഓഫ്ലൈനായിട്ടും മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം 4.3 സ്റ്റാർ റേറ്റിംഗ് ആൻഡ് 2500 പേര് മേടിച്ചിട്ടുണ്ട്. സോ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പം ഈ ഒരു സാരിയുടെ റേറ്റ് ആണ് 546. ഇതായിരുന്നു വീഡിയോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ട് എല്ലാം സെറ്റ് സാരി ആൻഡ് മുണ്ടുകളുടെ കോഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മറന്നുപോയാൽ ഓർമ്മിപ്പിച്ചോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എന്ത് ചെയ്യണം? വേഗം പോരട്ടെ. നല്ല വർക്കിംഗ് തുടങ്ങിയിട്ട് നമുക്ക് വേഗം ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഹോൾ വീഡിയോസിൻ്റെ നിങ്ങൾ ഐഡിയാസ് തന്നോ, ഓണം റിലേറ്റഡ് ആയിട്ടുള്ള തന്നോ, എന്തൊക്കെ എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര രീതിയിലൊക്കെ വേഗം ഹോൾ വീഡിയോ ചെയ്തിടാൻ പറ്റും അതൊക്കെ ഞാൻ വേഗം ചെയ്തിട്ടേക്കാം. ആൻഡ് അതല്ലാണ്ട് തന്നെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വീഡിയോസ് നിങ്ങൾക്ക് കാണണം ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് നോർമലി ഏത് ഹോൾ വീഡിയോ ഇനി ചെയ്യണം നമ്മൾ അതും കൂടെ പറഞ്ഞിരിക്കുക. കാരണം ഇപ്പോൾ ഓർഡർ ചെയ്ത് വന്ന് എപ്പോഴാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓണം തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഐഡിയാസ് പോരട്ടെ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ വ്ളോഗ് ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തു. അടിപൊളിയായിട്ടുള്ള ഫുഡ് ചാലഞ്ചസും ആൻഡ് വ്ളോഗ്സും ആണ് അവിടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പം അങ്ങോട്ടേക്ക് ചാടിക്കോ. ഞാൻ നമ്മുടെ വ്ളോഗ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഈ വീഡിയോ പോയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഓണത്തിൽ റോൾ അടിച്ചോട്ടെ. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണ പേരാണ് നിദ ഫാത്തിമ. താങ്ക് യു സോ മച്ച് നിദ ഫാത്തിമ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങളിൽ ഒരു സബ്സ്ക്രൈബറുടെ പേര് എൻ്റെ വരാൻ പോണ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക. മറന്നുപോയി മെഗാ പർപ്പിൾ ഹാർട്ട് കൊടുത്ത് നിങ്ങളുടെ ഫുൾ നെയിം എഴുതാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് കാണാൻ ചേക്കാൻ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ.